നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോളെ അമ്മയകത്തുണ്ടോ? ഇല്ല. അല്ല മുത്തച്ഛനോ? ഇവിടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാ. അല്ല, ഒരു കണക്കിന് മോൾ ഒറ്റയ്ക്കായത് നന്നായി. എനിക്ക് പറയാനുള്ളത് മോളോടാ. അത് മറ്റാരും കേൾക്കാതിരിക്കുന്നതാ നല്ലത്. ഞാൻ എത്ര തവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യരുതെന്ന്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ബാംഗ്ലൂർ മുതൽ തുടങ്ങിയതാ. എന്തുദ്ദേശിച്ചാ എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഇടപെടുന്നത്? അങ്ങനെ മനഃപൂർവ്വം മോളെ ഉപദ്രവിക്കുന്ന രീതിയിൽ ഒരിക്കലും ഞാൻ വന്നിട്ടൊന്നുമില്ലല്ലോ. പക്ഷേ ഈ കണ്ണിൽ കാണുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്ന നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ മോള് ചോദിക്കും, എന്തിനാണ് അങ്ങനെ ഒരു കാര്യം കാണിക്കുന്നത്? തീർച്ചയായിട്ടും അതൊരു നല്ല ചോദ്യമാണ്. ഈ കുടുംബത്തോട് അടുപ്പം തോന്നുന്നത് എനിക്കല്ല, എൻ്റെ മോൾക്കാ. അവൾക്കത് സ്വന്തം വീട് പോലെയാണ്. സ്വാഭാവികമായിട്ടും അത് എന്നെ കൂടെ ബാധിച്ചിട്ടുണ്ട്. എന്നെ ഒരു ശത്രുവായിട്ടൊന്നും കാണണ്ട. എൻ്റെ നിളയെ പോലെ ഞാൻ നീരജ കാണുന്നുള്ളൂ. അതിൽ നിന്നൊരു വ്യത്യാസമില്ല. എന്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെ സംരക്ഷിക്കുന്നുവോ അതുപോലെയാ ഞാൻ നിങ്ങളെയും കാണുന്നത്. അത്തരം ഒരു സംരക്ഷണം എനിക്ക് വേണ്ട. നിങ്ങൾ എന്ത് വിചാരിച്ചു എന്നെ കുറിച്ച്? നിങ്ങളുടെ മോളെ പോലെ ചെറിയ കുട്ടിയാണെന്നോ? എനിക്ക് എന്റേതായ തീരുമാനങ്ങളുണ്ട്. എന്നോട് നിർദ്ദേശം തരാനും അനുസരിപ്പിക്കാനും നിൽക്കരുത്. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. പ്ലീസ് ലീവ് മീ. ദയവ് ചെയ്ത് എന്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് വിളിക്കാതെ വരുന്ന ഒരാളാവരുത് നിങ്ങൾ. അങ്ങനൊരു ആവശ്യം വന്നാ നിങ്ങളെ ഒഴിവാക്കി മറ്റൊരാളെ ഞാൻ സമീപിക്കും. പ്ലീസ് ഗെറ്റ് ഔട്ട് ഓഫ് മൈ ലൈഫ്. ഞാൻ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശല്യമായിട്ടൊന്നും വരില്ല. പക്ഷേ ഇതുവരെ കണ്ട കാര്യങ്ങളെല്ലാം ഞാൻ മോളോട് പറഞ്ഞല്ലോ. എന്റെ മോളുടെ സ്ഥാനത്ത് നിർത്തിയിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. തെറ്റാണ്.